70ാമത്തെ മിനിറ്റിൽ ബാസയെന്ന് വളർന്നു വന്നിട്ടുള്ള റഫേൽ മുജീക്ക എന്നുള്ള സ്പാനിഷ് താരത്തിന്റെ മാജിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കളി മൊത്തത്തിൽ മാറ്റിമറിച്ചത്. നിലവിൽ അൽസത്തിന്റെ ആശാന് റോബർട്ടോ മാൻസിനി എന്നിട്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ എവിടേക്ക് ഇറക്കണം എന്നുള്ള ആശാന് വെൽ പ്ലാനിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതാ 4ാമത്തെ ഗോളും കൂടി നേടിയിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക്. AFC ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കാണാനായിട്ട് പോകുന്നത് ഖത്തറിന്റെ അൽസദും UAE അൽഷബാബ് അൽഅഹ്ലി ദുബായ് FC കൂടെയുള്ള മത്സരം അൽസദ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നതാ. നമ്മൾ സ്റ്റേഡിയത്തിന്റെ അകത്ത് ഞാനും ആസാദും കൂടെ കളി കാണാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നല്ലൊരു ലൊക്കേഷൻ നോക്കി നമ്മൾ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. 7 മണിക്കായിരുന്നു കിക്ക് ഓഫ്. നമ്മളെത്തിയപ്പോഴേക്കും 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നിട്ടാ. നല്ല അടിപൊളിയായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് നമ്മൾ വന്നപ്പോഴേക്കും കാണുന്നത്. ഈ സീസണിൽ റോബർട്ടോ ഫെർമിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റോബർട്ടോ ഫെർമിനെ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഗോളൊന്നും വീണില്ല. ഹാഫ് ടൈമിന് ശേഷം ഫസ്റ്റിൽ തന്നെ ഷബാബ് FC ദുബായിന്റെ വക അൽസദിന്റെ ഒരു ഗോൾ കിട്ടിയിരുന്നു. ഫെർമിന അഫീഫൊക്കെ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തെങ്കിലും ഒരു ഗോളും കണ്ടെത്താൻ പറ്റില്ല. ശേഷം വീണ്ടും പെനാൽറ്റിയുടെ അൽഷബാബ് ഒരു ഗോൾ അടിച്ചതിന് ശേഷം 2-0 എന്നുള്ള നിലവിൽ നിൽക്കുന്ന സമയത്തായിരുന്നു 70ാമത്തെ മിനിറ്റിൽ ബാസയെന്ന് വളർന്നു വന്നിട്ടുള്ള റഫേൽ മുജീക്ക എന്നുള്ള സ്പാനിഷ് താരത്തിന്റെ മാജിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കളി മൊത്തത്തിൽ മാറ്റിമറിച്ചത്. കളി 2-1 സ്കോറിൽ നിൽക്കുന്ന സമയത്ത് ഇതാ ഈക്വൽ ആക്കിയിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട് താരിഖ് സൽമാൻ എന്നുള്ള ഡിഫൻഡർ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളും നല്ല ആഹ്ലാദിച്ചിരുന്നു ഈക്വൽ ആയതോട് കൂടി. കളി സമനില പോലും അൽസദിന് പിടിക്കാൻ പറ്റുന്ന ലെവലിൽ ചിന്തിക്കാത്തൊരു സമയത്തായിരുന്നു വീണ്ടും ഇതാ അൽസദിന്റെ വക വിജയ ഗോളും കൂടി നേടിയിട്ടുണ്ടായിരുന്നു. നിലവിൽ അൽസദിന്റെ ആശാന് റോബർട്ടോ മാൻസിനി എന്നിട്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ എവിടേക്ക് ഇറക്കണം എന്നുള്ള ആശാന് വെൽ പ്ലാനിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതാ 4ാമത്തെ ഗോളും കൂടി നേടിയിട്ടുണ്ടായിരുന്നു. 2 ഗോളിന് അൽസദ് ലോസ് ആവേണ്ട മാച്ച് 4-2 നിന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡ് ആയിരുന്നു. അവസാനത്തെ പ്ലേയേഴ്സ് ഫാൻസിന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തൊരു മാച്ച് തന്നെയായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണെങ്കിൽ പോലും സെമി ഫൈനൽ മത്സരമൊക്കെ ഒരു കണ്ട ഫീൽ ഉണ്ടായിരുന്നു. അതായത് നല്ല മാച്ച് കണ്ട് നേരെ അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.